എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് നാം കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. 3-4 ക്ലാസ്സുകളായി. ഇന്നും അതിൻ്റെ തന്നെ വിശദീകരണങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അബ്രാം എന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് സ്വദേശം വിട്ട് ദൈവം കാണിക്കാനിരിക്കുന്നൊരു സ്ഥലത്തേക്ക് യാത്രയാകുന്നത് മുതൽ ദൈവം അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തെ അനുഗ്രഹിക്കുവാനായിട്ടുള്ളൊരു പദ്ധതി വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഭാഗമാണ് ഇത് എന്ന് നാം കണ്ടു കഴിഞ്ഞു. ദൈവം അബ്രാമിന് കൊടുക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ 3 വാക്യങ്ങളിൽ അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്. 5 അനുഗ്രഹങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത് നമ്മൾ പറഞ്ഞു. അതിൽ ആദ്യത്തെ അനുഗ്രഹം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഒരു ജനതയാക്കും എന്ന ആ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ബാക്കി ഭാഗങ്ങളിൽ ദൈവം അബ്രാഹാമിന് വേണ്ടി ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നാം പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവം അബ്രാഹാമിന് കൊടുക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹം, രണ്ടാമത്തെ വാഗ്ദത്തം, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കും എന്നാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് ദൈവം അബ്രാഹാമിനോട് പറയുക. ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുക എന്നതാണ് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും ഏറ്റവും വലിയ നന്മ. ദൈവാനുഗ്രഹമുള്ള ഒരു മനുഷ്യൻ എന്നതിനേക്കാൾ മറ്റെന്ത് നന്മയാണ് നമുക്ക് ആവശ്യം? ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ബാക്കിയെല്ലാം നമുക്കുണ്ടാകുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല. ദൈവം അബ്രാഹാമിനെ അനുഗ്രഹിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. അതിനോട് ചേർന്ന് തന്നെ പറയുകയാണ്, നിൻ്റെ പേർ വലുതാക്കും. ഈ അബ്രാം എന്ന പേര് പിന്നീട് ദൈവം അബ്രഹാം എന്നാക്കുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചല്ല, ഈ ഒരക്ഷരം കൂട്ടിച്ചേർക്കുന്നതിനെക്കുറിച്ചല്ല ദൈവം അവിടെ പറയുന്നത്. മറിച്ച് അബ്രാഹാം എന്ന മനുഷ്യനെ, അല്ലെ അബ്രാം എന്ന മനുഷ്യനെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ അവഗണിക്കാൻ വയ്യാത്ത ഒരു വ്യക്തിത്വമായി ഉയർത്തുന്ന ഒരനുഗ്രഹമാണ് ദൈവം അവിടെ പ്രഖ്യാപിക്കുന്നത്. അബ്രഹാം എന്ന വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട 3 മതങ്ങൾ ബഹുമാനിക്കുക മാത്രമല്ല, അവരുടെ പിതാവായി അംഗീകരിച്ചിരിക്കുന്ന വ്യക്തിയാണ് അബ്രഹാം. യഹൂദന്മാർ, ക്രൈസ്തവർ, അതുപോലെ തന്നെ ഇസ്ലാം, ഈ 3 മതവിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളും അബ്രഹാമിനെ അവരുടെ പിതാവായി കണക്കാക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വചനത്തിൽ അവിടെ യഹൂദന്മാർ കർത്താവിനോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാവ് അബ്രഹാമാണ്, ഞങ്ങൾ അബ്രാഹാമിൻ്റെ സന്തതിയാണ് എന്നവർ പറയുകയാണ്. അബ്രാഹാമിൻ്റെ സന്തതി, അബ്രാഹാം അവരുടെ പിതാവാണ് എന്ന വിഷയം അവർക്ക് വലിയ അഭിമാനത്തിൻ്റെ വിഷയമാണ്. അവരതിൽ പ്രശംസിക്കുന്ന ഒരു വിഷയമാണ്. ഇനി ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഗലാത്യർ 3:7 പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, വിശ്വാസികളത്രേ അബ്രഹാമിൻ്റെ മക്കൾ, അല്ലെങ്കിൽ അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. ദൈവത്തിൽ വിശ്വാസം വെച്ച് നീതീകരിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ ആ അബ്രാഹാമിൻ്റെ വിശ്വാസമുള്ള എല്ലാ വ്യക്തികളെയും ക്രിസ്തുവിലുള്ള വിശ്വാസം വയ്ക്കുമ്പോൾ ദൈവം നീതീകരിക്കുന്നു എന്ന വിഷയം അവതരിപ്പിക്കുമ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യം പറയുന്നത്. വിശ്വാസികളാണ് അബ്രഹാമിൻ്റെ മക്കൾ എന്നുള്ള കാര്യം. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, പുതിയ നിയമ ക്രിസ്ത്യാനികളെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണത്. അങ്ങനെ യഹൂദന്മാരും ക്രൈസ്തവരും അബ്രഹാമിൻ്റെ സന്തതിയാണ്, അബ്രഹാമിൻ്റെ മക്കളാണ്. യഹൂദന്മാർ ജഡപ്രകാരമുള്ള സന്തതിയായിരിക്കുമ്പോൾ സഭ അബ്രഹാമിൻ്റെ ആത്മീക സന്തതിയിൽ വരുന്ന ഒരു പരമ്പരയാണ്. ഇനി ഇസ്ലാമിക മതഗ്രന്ഥമായ ഖുറാനെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് 2-ാമത്തെ സൂറയിൽ 124-ാമത്തെ ആയത്തിൽ ഞാൻ നിന്നെ ജനതകളുടെ നേതാവാക്കും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സകല ജനതകളുടെയും നേതാവ് എന്ന നിലയിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനായിട്ട് അബ്രാഹാം മാറും എന്ന് ദൈവം അബ്രാഹാമിനോട് വാഗ്ദത്തം ചെയ്യുകയാണ്. നമുക്കിന്ന് ലോകത്തിലുള്ള മനുഷ്യരുടെ പേരുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേരുകൾ ഒരുപക്ഷെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉള്ളത് ഏബ്രഹാം എന്നായിരിക്കാം. ഏബ്രഹാമിൻ്റെ ചുരുക്കപ്പേര് എബി എന്നൊരു പേര് നമ്മൾ പൊതുവിൽ കേൾക്കുന്നൊരു പേരാണ്. അപ്പോൾ ഈ പേരുകൾക്കൊക്കെ അബ്രഹാം പിതാവിനോട് കടപ്പെട്ടിരിക്കുന്നു. യഹൂദ ലോകത്തിലും ഈ എബ്രഹാം എന്നുള്ള പേര് വളരെ സാധാരണമാണ്. ഇനി ഇസ്ലാമിക ലോകത്തേക്ക് വന്നാൽ അബ്രഹാം എന്നുള്ളതിന് അവർ ഇബ്രാഹിം എന്നാണ് പറയുന്നത്. ഇബ്രാഹിം എന്ന പേരുള്ള എത്രയോ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒരുപക്ഷെ ലോകത്തിൽ കാണും. യേശുക്രിസ്തുവിനും ഏകദേശം
2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ കഴിഞ്ഞ 4000 വർഷങ്ങളായി ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേര് എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരിൽ ആവർത്തിക്കപ്പെടുന്നു എന്നത് ഒരു യാദർച്ഛിക സംഭവമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു, നിൻ്റെ പേര് വലുതാക്കും എന്ന് പറഞ്ഞു. അബ്രാഹാമിനെ ദൈവം ഒരു മഹാനായ വ്യക്തിയാക്കി ഉയർത്തി അനുഗ്രഹിച്ചു. അതാണ് രണ്ടാമതായി അബ്രാഹാമിനോട് ദൈവം പറയുന്ന അനുഗ്രഹത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, നാം ദൈവത്തെ മാനിച്ച് ദൈവത്തെ മുഖവിലക്കെടുത്ത് ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് തീരുമാനിക്കുമ്പോൾ അത് ആ ഒരു സമയത്തേക്ക് മാത്രമുള്ള ഒരു നന്മയായിട്ട് അല്ല നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ തലമുറകളിലേക്ക് ഈ ദൈവത്തിൻ്റെ നന്മ പകർന്നു കൊടുക്കാനായിട്ടുള്ള ഒരു തുടക്കമായി അതിരിക്കുകയാണ്. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ദൈവം പറയുന്നുണ്ട്, ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുമെന്ന്. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്ന് ഒരു വലിയ വാഗ്ദത്തം ദൈവം നൽകുന്നുണ്ട്. ചരിത്രമെടുത്ത് നോക്കിയാൽ എവിടെയാണെങ്കിലും ദൈവത്തെ മാനിച്ച മനുഷ്യരെ ദൈവം മാനിച്ച ചരിത്രമാണ് ലോകത്തിലുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് രസകരമായ ഒരു നിരീക്ഷണം TR ഗ്ലോവർ എന്ന ഒരു ദൈവദാസൻ നടത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അത് ഈ റോമൻ ചക്രവർത്തിയായിരുന്ന നീറോയെയും ആ കാലത്ത് നീറോയാൽ രക്തസാക്ഷിത്വം വരിച്ച് മരിച്ച പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചുള്ള ഒരു താരതമ്യമാണ്. അതിങ്ങനെയാണ്: that the day was to come when men would call their dogs Nero and their sons Paul. കാലം വരുവാനായിട്ട് പോകുന്നു, അവിടെ മനുഷ്യർ തങ്ങളുടെ നായ്ക്കൾക്ക് നീറോ എന്നും തങ്ങളുടെ മക്കൾക്ക് പോൾ എന്നും പേരിടുന്ന ഒരു കാലം എന്നാണ് ഗ്ലോവർ അതിനെക്കുറിച്ച് നടത്തിയൊരു പ്രസ്താവന. നീറോ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹം ചക്രവർത്തിയായിരുന്നു. പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ വളരെ നിസാരനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ശക്തിയുമായി താരതമ്യം ചെയ്യുമ്പോൾ. നീറോയ്ക്ക് പൗലോസിനെ വധിക്കുവാനായിട്ട് സാധിച്ചു. പക്ഷെ കാലം മുന്നോട്ട് പോയപ്പോൾ ലോകത്തിലെ മനുഷ്യർ തങ്ങളുടെ നായ്ക്കൾക്ക് നീറോ എന്ന് പേര് വിളിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ കൈസർ എന്ന് പേര് വിളിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ മക്കൾക്ക് പോൾ, പൗലോസ് എന്ന് പേര് വിളിക്കാനായിട്ട് തുടങ്ങി. ഇതാണ് പറഞ്ഞത്, ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. ഇന്നൊരു പക്ഷേ നമ്മൾ രാജാവാണ് എന്ന് നമുക്ക് തോന്നാം, നമ്മൾ വലിയ ഒരു വ്യക്തിയാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ദൈവത്തെ മാനിക്കാത്ത ഒരു ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ ഭാവി അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുന്നില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ ദൈവത്തെ മാനിക്കുന്ന ഒരു ദരിദ്രനാണ് നിങ്ങളെങ്കിൽ, ഒരു സാധാരണക്കാരനാണ് നിങ്ങളെങ്കിൽ, ഇന്നത്തെ അവസ്ഥ വിഷയമല്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കും, നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഓർക്കുക, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്ന് പറഞ്ഞ ഒരു ദൈവമാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന സ്വർഗത്തിലെ ദൈവം. മൂന്നാമതായിട്ട് ദൈവം അബ്രാഹാമിനോട് പറയുന്ന അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ ദൈവം തുടർന്ന് പറയുകയാണ്, നീ ഒരു അനുഗ്രഹമായിരിക്കും. അതായത് മറ്റു മനുഷ്യരെ അനുഗ്രഹിക്കുവാൻ, മറ്റു മനുഷ്യർക്ക് നന്മ ഉളവാക്കുവാനുള്ള ഒരു മുഖാന്തരമായി നീ മാറും എന്ന് ദൈവം അബ്രാഹാമിനോട് പറയുകയാണ്. നമ്മളെ ദൈവം അനുഗ്രഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണെങ്കിൽ പോലും അതിനകത്ത് ഒരല്പം സ്വാർത്ഥതയുണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. എന്നാൽ എന്നെ ദൈവം അനുഗ്രഹിക്കുക മാത്രമല്ല, എന്നിലൂടെ മറ്റുള്ളവരെയും അനുഗ്രഹിക്കണം എന്ന് ചിന്തിക്കുന്നതാണ് ഉയർന്ന ഒരു ആത്മീകമായ കാഴ്ചപ്പാട്. ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ചിന്ത അതാണ്, അവൻ്റെ ആഗ്രഹം അതായിരിക്കണം. ദൈവം എന്നെ ആത്മീകമായും ഭൗതികമായും ഒക്കെ അനുഗ്രഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളിലൂടെ മറ്റനേകർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഇടയായി തീരണം, ഞാൻ ഒരു അനുഗ്രഹമായിരിക്കണം എന്ന് ചിന്തിക്കുന്നതാണ് കുറച്ചുകൂടി ഉന്നതമായിട്ടുള്ള ഒരു ആത്മീക നില എന്നത്. ഇവിടെ ദൈവം അബ്രാഹാമിനോട് പറയുന്നു, നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്നാണ്. അബ്രാഹാം ചെന്ന സ്ഥലത്തൊക്കെ അബ്രാഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. അബ്രാഹവുമായി ബന്ധപ്പെട്ട അനുഗ്രഹങ്ങൾ പ്രാപിച്ച മനുഷ്യർ ധാരാളം ആളുകളാണ്. ലോത്തിനെ കുറിച്ച് തന്നെ പറയാം, അല്ലേ? പിന്നീട് അബീമേലെക്കിൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അബ്രാഹാം ഒരു അനുഗ്രഹമായിരുന്നു. ഇനി അബ്രാഹാമിൻ്റെ സന്തതി പരമ്പരയായ യഹൂദ ജനതയെക്കുറിച്ച്, ഇസ്രായേൽ എന്ന് പറയുന്ന ജനതയെക്കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ, ഇന്ന് ലോകത്തിന് ഏറ്റവും അനുഗ്രഹങ്ങൾ ദാനം ചെയ്യുന്ന ഒരു
രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ള കാര്യത്തിന് ആർക്കും സംശയമില്ല. ലോകത്തിൻ്റെ ശ്രദ്ധേയമായ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ, സാങ്കേതിക വിദ്യകൾ, മെഡിക്കൽ ഫീൽഡിലുള്ള സംഭാവനകൾ, ചികിത്സാരംഗത്ത് മരുന്നുകൾ, അങ്ങനെ അനേക കണ്ടുപിടുത്തങ്ങൾ, ഈ കൃഷി കാര്യങ്ങളിൽ ഇസ്രായേൽ ഇന്ന് ലോകത്തിനൊരു അത്ഭുതമാണെന്ന് മാത്രമല്ല, അനേക രാജ്യങ്ങളിൽ ഇന്ന് കൃഷി വികസിക്കുന്നതിൻ്റെ ഒരു കാരണം ഇസ്രായേലിൻ്റെ സാങ്കേതിക വിദ്യ പ്രയോഗിച്ച് കൃഷി ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ത്യ പോലും ഇസ്രായേലിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ കൃഷികൾ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അബ്രഹാം ലോകത്തിലെ മനുഷ്യർക്കൊരു അനുഗ്രഹമായിരിക്കും എന്ന് ദൈവം പറഞ്ഞു. അതുപോലെ തന്നെ അബ്രഹാമിൻ്റെ സന്തതികളായ ഇസ്രായേൽ ജനവും ലോകത്തിന് ഒരു അനുഗ്രഹമായിരിക്കുന്നു. ഇന്ന് ഇസ്രായേൽ ജനത്തെ പോലെ ലോകത്തിന് പ്രയോജനകരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ഒരു രാജ്യം പോലും, അത്ര ഒരു ചെറിയ രാജ്യമായിട്ട് പോലും മറ്റൊരു രാജ്യത്തിനും അവരോട് തുല്യം നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. നോബൽ സമ്മാനം നേടിയ ആളുകളെടുത്ത് നോക്കിയാൽ അതിലെ ഏറ്റവും കൂടുതൽ ആളുകൾ യഹൂദന്മാരാണ്. അങ്ങനെ ലോകത്തിന് അവർ നൽകിയിരിക്കുന്ന സംഭാവനകൾക്ക് കണക്കില്ല. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അബ്രാഹാമിനോട് ദൈവം പറഞ്ഞ ആ വാക്കുകളുടെ പൂർത്തീകരണമാണ് ഇന്ന് യഹൂദൻ അനുഭവിക്കുന്ന നന്മ, യഹൂദനിലൂടെ ലോകം അനുഭവിക്കുന്ന നന്മ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകളൊന്നും വൃഥാവായി പോവുകയില്ല. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. ദൈവം അവരെ അനുഗ്രഹിക്കും. അവർ മറ്റനേകർക്ക് അനുഗ്രഹമായിരിക്കും. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. വാസ്തവത്തിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നമുക്കുണ്ടോ? ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ആ വാക്കുകളെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിച്ച് ചുവടുകൾ വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്ന് മാത്രമല്ല, നമ്മളും അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.